இங்கே இந்தியா மட்டும் இல்லை, நிறைய கண்ட்ரிஸ் சுற்றிட்டு வரணும். ചെന്നൈയിലെ മൗണ്ട് റോഡിലാണുള്ളത്. 2 ഗാഡ്ജറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാണ്ട് അതും കഴിഞ്ഞ് നേരെ ഇനി ആന്ധ്രയിലേക്ക്. ஸோ ரொம்ப ஹாப்பியாக இருக்குது. ப்ரோ வந்து ட்ரிப் போகிறாரு. ஸோ கங்க்ராட் ப்ரோ, நீங்கள் ஆல் தி பெஸ்ட். இங்கே இந்தியா மட்டும் இல்லை, நிறைய கண்ட்ரிஸ் சுற்றிட்டு வரணும். இங்கேருந்து மலேசியா, தாய்லாந்து, லண்டன், இங்கே மட்டும்தான். நாளைக்கு ஃப்யூச்சரில் நீங்கள் ஃபுல் ரோட் ரூட்டை கங்க்ராட்ஸ். കൊൽക്കത്ത 1633 അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് നിന്നൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആന്ധ്ര ബോർഡറിലേക്ക് ക്രോസ് ആയിരിക്കുകയാണ്. ആന്ധ്രയിലേക്ക് എത്തി. ഇനിയിപ്പം രാത്രിയായി. ഇനിയിപ്പോൾ നമ്മളെ നേരെ ലൊക്കേഷൻ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ഹൈദരാബാദാണ്. പക്ഷേ ഹൈദരാബാദിലേക്ക് നമുക്ക് ഒരുപാട് ഓടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ തന്നെ ഇനി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ചും കൂടി ഒന്ന് ഓടിയതിൻ്റെ ശേഷം നമുക്കൊന്ന് സ്റ്റേ എടുക്കാം. അപ്പോൾ നമ്മളിപ്പം പിന്നെ ആന്ധ്രയിലെ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഹൈവേ, അതിന് മാത്രം തിരക്കുമില്ല. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം തിരുപ്പതി റോഡാണിത്. തിരുപ്പതിയിൽ സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇതേ റോഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓടി നമുക്ക് കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ എടുക്കാം. പിന്നെ അവിടുന്ന് അങ്ങോട്ടും അത്ര തന്നെ ഉള്ളൂ ഹൈദരാബാദിലേക്ക്. റോഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല. നല്ല അടിപൊളി റോഡ്. വലിയ സ്പീഡിലൊന്നും പോകണ്ട. ആക്കം പോലെ പോയാലും നല്ല ഉഷാറായിട്ട് അങ്ങനെ ആസ്വദിച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങനെ പോകാൻ പറ്റിയ റോഡ് തന്നെയാണ്. എന്തായാലും കുറച്ച് വണ്ടികൾ തന്നെ ഉള്ളൂ. മറ്റിപ്പോൾ വേറെ എക്സ്പ്രസ് വേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടികളുണ്ടാവും. ഇത് അത്ര വണ്ടികളൊന്നും ഈ സമയത്ത് കാണുന്നില്ല. അപ്പുറമൊക്കെ കുറേ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി ഒരു ഫാക്ടറി അതവിടെ എന്താ സിമെൻറ്റ് ഫാക്ടറിയോ എന്തൊരു ഫാക്ടറി ആണല്ലോ. ഇവിടേക്ക് അങ്ങനെ മഴയൊന്നുമില്ല. പക്ഷെ വരുന്ന വഴിക്ക് ആന്ധ്രയിൽ കയറിയപാട് മഴേൻ്റെ സീനൊക്കെ കണ്ടിരുന്നു. മഴ പെയ്തു പോയ പോലെ ഒന്നും കാണുന്നൊന്നുമില്ല. രാത്രി ഒത്തിരി വൈകി. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ റൂം തപ്പിപ്പിടിച്ചെടുക്കാം. ഓൺലൈനിലൊന്നും നോക്കിയിട്ട് അങ്ങനെയൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പം തപ്പിയെടുക്കുക തന്നെ ചെയ്യാം. രാജംപേട് എന്ന് പറഞ്ഞ സ്ഥലമാണത്. അങ്ങനെ നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. റൂമൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന്. രാവിലെ വരെ ഒന്ന് ഉറങ്ങാൻ മാത്രമല്ലേ. അപ്പോൾ ഒരു ബഡ്ജറ്റിലുള്ള റൂമും എടുത്ത് ഇന്നിവിടെ അങ്ങോട്ട് സൈഡാവാം. ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വഴിയിൽ നമ്മൾ ഇന്നലെ രാത്രി രാജംപേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂം എടുത്തത്. അവിടെ നിന്ന് വന്നപ്പോൾ രാവിലെ ചെക്കൗട്ടായി. അതിന് വീണ്ടും ഹൈദരാബാദ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് എന്താക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നലെ നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്താണല്ലോ. ലഞ്ച് അത്രയും പ്രമാദமான ലഞ്ചായിരുന്നു. അതുകൊണ്ട് ഡിന്നർ കഴിക്കാത്തതുകൊണ്ട് ഇന്നിപ്പം നല്ല വിശപ്പുണ്ട്. പക്ഷെ ഇവിടെ കുറേ നേരമായി ഞാൻ ഹോട്ടൽ തപ്പുന്നു, അത് കാണുന്നില്ല. നമുക്കിനി ഇവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നില്ല. മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് എത്തി. ഓരോ സ്റ്റേറ്റും അങ്ങോട്ട് മാറുമ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞ പോലെ കൾച്ചറും ക്ലൈമറ്റും ഒക്കെ മാറുകയാണ്. ആളുകളും വണ്ടികളും. ഇവിടുത്തെ പോലീസ് വണ്ടിയൊക്കെ നല്ല രസമാട്ടോ, അടിപൊളിയാണ്. ഇതൊരു ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ നാടൻ ടൗൺ തന്നെയാണ്. ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഇവരുടെ ആന്ധ്ര ഭാഷ അല്ലാതെ വേറെ ഒരു സാധനം അറിയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ കൊടുക്കും. ചായക്കട
ക്ലാസിക് ബേക്കറി. രാവിലെ മുതൽ മൊത്തം ബോർഡിലും ജിലേബി എഴുതി വെച്ചാണ്. മാങ്ങ എന്താക്കി? എന്തായാലും അവിടെ എന്തായാലും ഉണ്ട് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിർത്തിക്കൂടാ മുന്നിൽ തന്നെ. അങ്ങനെ നമ്മൾ ഒരു ഒക്കേൻ്റെ കട കിട്ടിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ദോശ ഇടുന്നുണ്ട്. റാഗി ദോശ ഉണ്ട്, സാധാ ദോശ ഉണ്ട്. അപ്പം നമുക്കെന്താ പറയുക, ഒരു റാഗി ദോശയും ഒരു പൊടിയും പറയാം. ഒരു പൊടി ദോശയും ഒരു റാഗി ദോശയും പറയാം. ഇതൊന്നും അതൊന്നും. ഓക്കെ ഓക്കെ, ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാമെന്ന് വെച്ച്. എൻ്റെ മുന്നേ ചെന്നൈ ടൗണിൽ നിന്നൊക്കെ നോക്കാനുണ്ടായിരുന്നു, പക്ഷെ അവിടെയൊക്കെ മഴയായത് കാരണം പിന്നെ നമ്മൾ എടുത്തില്ല. ഇതിപ്പം ഹൈവേ സൈഡിൽ തന്നെ കാലിയായിട്ടൊന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കഴുകാമെന്ന് വെച്ചു. അപ്പോൾ കുറേ ദിവസമായില്ലേ. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനായി. നമ്മുടെ ജോലിക്കൊക്കെ നിൽക്കുന്ന ചെറിയ പിള്ളേരാട്ടോ, പഠിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്താ അവസ്ഥ അല്ലേ?